ഹോർമുസ് തടഞ്ഞിരിക്കുകയാണ്. അപ്പം ഈ ഹോർമുസിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് പേർഷ്യൻ ഗൾഫിൻ്റെ ഉള്ളിൽ പറഞ്ഞ ഈ ഓയിൽ ടെർമിനൽസിനുള്ള കപ്പലിനൊന്നും എടുക്കാൻ പറ്റുന്നില്ല, അവരവിടെ കുടുങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഫിസിക്കൽ സപ്ലൈ ഇപ്പോഴും കൺസ്ട്രെയിൻഡ് അല്ല പറഞ്ഞാൽ ഗ്ലോബലി നോക്കുകയാണെന്ന് വെച്ചാൽ. കുറേയൊക്കെ എണ്ണ ഇറാൻ ആദ്യം ആൻറ്റിസിപ്പേറ്റ് ചെയ്തു, പറഞ്ഞാൽ US ആയിട്ട് കാര്യങ്ങൾ ശരിയായി പോകുന്നില്ല, നെഗോഷിയേഷൻസ് പൊളിയാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത്. അപ്പോൾ കുറേയൊക്കെ ഇറാനിയൻ ക്രൂഡ് എന്ന് പറയുന്നത് ദേ ആർ ആക്ച്വലി ഫ്ലോട്ടിങ് ഇൻ ദ ഡീപ് സീ. പറഞ്ഞാൽ അവർ ഇന്ത്യൻ ഓഷ്യൻ്റെ ഓരോ സ്ഥലത്തൊക്കെ ആയിട്ട് അവിടെ നങ്കൂരിട്ടില്ല, പറഞ്ഞാൽ കപ്പലിൽ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പറഞ്ഞാൽ അവരുടെ ഇൻഷുറൻസ് പോളിസിയാണ്. അപ്പോൾ കൂടുതലും ചൈനയിൽ എത്തുന്ന ഇറാനിയൻ എണ്ണ എങ്ങനെ എത്താമെന്ന് വെച്ചാൽ ഇത് മലേഷ്യയിൽ പോകും. മലേഷ്യ എന്ന് പറഞ്ഞാൽ ഇവർ ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫർ, മലേഷ്യൻ വാട്ടേഴ്സ് ഷിപ്പ് ടു ഷിപ്പ് ട്രാൻസ്ഫർ നടത്തുമ്പം ദേ ലോണ്ടർ ദ സോഴ്സ് ഓഫ് ദ ക്രൂഡ്. ഇത് സാങ്ഷൻഡ് ക്രൂഡാണെന്ന് തെളിയിക്കാൻ പറ്റില്ല, ദാറ്റ്സ് എ ഷാഡോ മാർക്കറ്റ്. അപ്പോൾ ഇങ്ങനെ ഓൾറെഡി കുറേ ക്രൂഡ്, റഷ്യൻ ക്രൂഡും ഇറാനിയൻ ക്രൂഡൊക്കെ കുറേ കടലിൽ അങ്ങനെ വെറുതെ വെച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഫിസിക്കൽ സപ്ലൈ ഇൻ ടേംസ് ഓഫ് ബാരൽസ് അതിപ്പോൾ കൺസ്ട്രെയിൻഡ് ആയിട്ടില്ല. ഇപ്പോൾ ഒരു പ്രൈസ് ഷോക്ക് എന്ന് പറഞ്ഞാൽ അത് മാർക്കറ്റ് സെൻറ്റിമെൻ്റ് ആണ്. കാരണം ദർ ഇസ് എ റിസ്ക് ഇൻവോൾവ്. ഒരു റിസ്ക് വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇൻഷുറൻസ് റേറ്റ് കൂടും, അതിൻ്റെ സർചാർജ് കൂടും. കാരണം എല്ലാ ഇൻഷുറൻസ് കമ്പനി ഷിപ്പിംഗ് ഇൻഷുറൻസ് കിട്ടണമെന്ന് വെച്ചാൽ വാർ റിസ്ക് പ്രീമിയം വരും. ആ പ്രീമിയം കൊടുത്താലേ ഇറക്കാൻ പറ്റുള്ളൂ. ഇൻഷുറൻസ് കമ്പനി കൊടുക്കുന്നില്ല എന്ന് പറയുന്നില്ല, ദർ ആർ ഇൻഷുറൻസ് കമ്പനീസ് ദർ ആർ സ്റ്റിൽ സപ്ലൈയിങ് ഇൻഷുറൻസ്. പക്ഷേ എന്താ വെച്ചാൽ അന്ന് വില അടിച്ച് കയറാണ്. അപ്പം ഇത് ഓയിൽ ട്രേഡ് നടത്തുമ്പം ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്, നമ്മൾ 3-4 മാസം കഴിഞ്ഞിട്ടുള്ള ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് പ്രകാരം ഈ എണ്ണ ഈ ദിവസം നമ്മളവിടെ എത്തിക്കണം എന്ന് പറയുന്നത് ആ എണ്ണകളിലായിരിക്കും ഷോർട്ടേജ് കാണപ്പെടുക. ഇപ്പം ഓൾറെഡി അവിടെയുള്ള കുറേ കപ്പലിലായിട്ട് സ്റ്റേറ്റ് ഓഫ് ഹോർമുസിന് പുറത്ത് ഇന്ത്യൻ ഓഷ്യനിലായിട്ട് ഡിസ്പേഴ്സ്ഡ് ആയിട്ട് ഓയിൽ ടാങ്കേഴ്സ് കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള കപ്പലൊക്കെ എത്തിക്കാൻ പറ്റും. ഇപ്പോൾ റഷ്യൻ ഈ വേവറിലും അതാണ് നടക്കാൻ പോകുന്നത്. റഷ്യൻ ക്രൂഡ് കൂടുതലും അവിടെയുള്ള പറഞ്ഞ റഷ്യൻ ബോൾട്ടിക് എന്താ പറയുക ഓയിൽ ടെർമിനൽസിനല്ല വരുന്നത്. ഓൾറെഡി ഇവിടെ കടലിൽ, കാരണം കടലിൽ ഇറ്റ്സ് എ ഗ്ലോബൽ കോമൺസ്, ഡീപ് സീ എന്ന് പറയുന്ന ആരുടെയും കൺട്രോളല്ല. അപ്പോൾ അവിടെ ഇങ്ങനെയായി കിടക്കുന്ന കപ്പലിൽ നിന്നുള്ള എണ്ണയായിരിക്കും ഇങ്ങോട്ട് എത്തുക. സോ ഹോർമുസ് ബ്ലോക്ക് ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ ശരിയായിട്ടുള്ള ഇമ്പാക്റ്റ് അറിയണമെങ്കിൽ കുറച്ച് മാസങ്ങൾ കഴിയും, ഫിസിക്കൽ ബാലൻസ് നോക്കുകയാണെന്ന് വെച്ചാൽ.